സുഭാഷിതം. ഹോശേയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനം എന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവം എന്ന് അവരും പറയും. Then I will sow her for myself in the earth, and I will have mercy on her who had not obtained mercy. Then I will say to those who were not my people, you are my people, and they shall say, you are my God. ദൈവത്തിന് മനുഷ്യരുമായുള്ള ബന്ധത്തെ ഊന്നി പറയുവാൻ നിരവധി പ്രതീകങ്ങൾ തിരുവെഴുത്തുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹബന്ധം. സ്നേഹം, അടുപ്പം, പദവി, ഉത്തരവാദിത്തം, വിശ്വസ്തത എന്നിവ ചിത്രീകരിക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ദൃഷ്ടാന്തം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ ഭാര്യയായി ഇസ്രയേലിനെ വിവരിച്ചിരിക്കുന്നു. എന്നാൽ ഇസ്രയേൽ തന്റെ കാന്തനെ വിട്ടിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്ത് അവിശ്വസ്തരായി തീർന്നു. അനുസരണക്കേട് നിമിത്തം ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടവളാണെങ്കിലും ഒടുവിൽ മാനസാന്തരപ്പെടുമ്പോൾ ഇസ്രായേൽ പുനഃസ്ഥാപിക്കപ്പെടും. നാം വായിച്ച വാക്യം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനം എന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവമെന്ന് അവരും പറയും. ദൈവത്തിന് തന്റെ ജനത്തോടുള്ള അതീവ സ്നേഹത്തിന്റെ പാരമ്യമാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലും ക്രിസ്തുവിനെ മണവാളനായിട്ടും സഭയെ കാന്തയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അവിടുത്തെ രക്തത്താൽ ഞാനും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സഭയുടെ അംഗങ്ങൾ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളും ഈ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ സഭയുടെ അംഗങ്ങളായി തീരും. അങ്ങനെയുള്ളവരെ നോക്കി പത്രോസ് പറയുന്നത്, മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ഈ സഭയെ ചേർക്കുവാൻ കാന്തനായ കർത്താവ് വരുന്നു. അതുവരെ സഭയുടെ ഉത്തരവാദിത്തമാണ് നിർമ്മല കന്യകയായി നിലകൊള്ളുക എന്നുള്ളത്. 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ജീവിക്കുന്ന തന്റെ സഭയെ യേശു കർത്താവ് തന്നോടൊപ്പം വസിക്കേണ്ടതിനായി കൂട്ടിക്കൊണ്ടുപോകും. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആകയാൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.